അപ്പോൾ നമ്മൾ മെല്ലെ വിടാം. ടാറ്റാ. സോ ഗൈസ്, അപ്പം നമ്മൾ ഇളനീരൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയി. ഒരു ഫാമിലി വന്ന് ഫോട്ടോ എടുത്തു, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനകത്ത് ആ ചെറുക്കനും ആ പെണ്ണും, എനിക്ക് തോന്നുന്നു അവൻ്റെ ചേച്ചി ആണെന്ന് തോന്നുന്നു, അവൻ്റെ ഫാദറും ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇതിൻ്റെ ഒരു സന്തോഷം വേറൊന്നാണ് കേട്ടോ. ഇത് നമുക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും ബൈക്കേഴ്സ് അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർ വന്ന് മറ്റുള്ള ആൾക്കാർ വന്ന് ചോദിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അതിൻ്റെ ഒരു സന്തോഷം സത്യം പറഞ്ഞാണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. മമ്മി പറയുന്നുണ്ട് റോഡിൽ കുഴിയുണ്ട്, നോക്കണം. പറയുന്ന പുള്ളിക്കാരി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 25 കിലോമീറ്ററാണ് മടിക്കേരിക്കുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഹോസ്റ്റലോ അല്ലെങ്കിൽ ഗോസ്റ്റ് ഹോസ്റ്റലോ അങ്ങനത്തെ ഏതെങ്കിലും ഒന്നിലും റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ റൂം എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റൂം എടുത്തിട്ട് നമുക്ക് അവിടുന്ന് മടിക്കേരിയിൽ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് വന്ന് പോർക്ക് നല്ല വെറൈറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ട് കണ്ണൂരിലെ പ്രത്യേകമാണ് എനിക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പോൾ ലഗേജൊക്കെ ഇറക്കി വെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് വരാമല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കുശാൽ നഗർ പോവാം. സോ അങ്ങനെയാണ് പ്ലാന്. വീണ്ടും കുശാൽ നഗർ അങ്ങനെ ചെറിയ 1-2 സ്ഥലമൊക്കെ കറങ്ങിയിട്ട് വീണ്ടും ഇന്നവിടെ സ്റ്റേ അങ്ങനെ ആക്കാം. ഓക്കെ, നമുക്കൊരു കുറച്ചുകൂടെ ഒരു നല്ല പ്ലേസ് ആകുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കാം. ഇപ്പം തൽക്കാലം ഇവിടെ ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ, ആയിട്ടുള്ള കേവ് ആണ്, അറിയോ? നല്ല രസമുള്ള കേവ്സ് ആണ്. ഐ തിങ്ക് മമ്മി അത് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി പിടിച്ചിരിപ്പുണ്ട്. ഇറ്റ്സ് സോ ഹാപ്പി ആക്ച്വലി ഐ ആം എൻജോയിങ് ദിസ് റൈഡ് വെരി മച്ച്. ഒരു രക്ഷയില്ല കേട്ടോ, വേറെ തന്നെ ഒരു ഫീലാണ്. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർത്താൻ. ഇതേലൊന്നുമില്ല, അതിനെക്കാട്ട് ഹൈറ്റ് ഉണ്ട് ഇത്. അതാ വണ്ടി അങ്ങനത്തെയാ, മറ്റേ വലിയ വലിപ്പമല്ല ആ വണ്ടി. ഇങ്ങനെ ഓഫ് റോഡ് ഇങ്ങനെ അതിപ്പോൾ ആ വണ്ടി 2 ലക്ഷം രൂപയുടെ വണ്ടി. ഇത് വേറെ വണ്ടിയല്ലേ, അത് 200 cc, ഇത് 800 cc എന്ന് വലിപ്പമുണ്ട്. അല്ലല്ല, ഇത് നല്ല സുഖമാണ് ഈ വണ്ടി നല്ലുണ്ട്. അത് എക്സ്പൾസ്, അതെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ വണ്ടി എടുക്കണമെന്ന്. അപ്പോൾ പുള്ളിക്കാരി കണ്ട പാടെ പറഞ്ഞു ഇത് നീ പറഞ്ഞ വണ്ടിയല്ലേ എന്ന്. ഇത് മമ്മി പിടിച്ചോ? നമ്മൾ ഈ വണ്ടി ഒരെണ്ണം ചാമ്പും കേട്ടോ. എന്തായാലും മമ്മിയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എന്തായാലും ഒരെണ്ണം എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന്. പുള്ളിക്കാരി ഈ വണ്ടി ഈ സൈഡിൽ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ എന്നോട് ചോദിക്കുക ഇതല്ലേ നീ പറഞ്ഞ വണ്ടിയെന്ന്. അമ്മ കയറിക്കോ. അല്ല, അപ്പം നമുക്ക് കയറാൻ എളുപ്പമുണ്ട്. കയറ്. അപ്പം നമ്മളിപ്പോൾ മടിക്കേരി ടൗണിലാണ്. അപ്പം നല്ല ഫിഷ് കറി കൂട്ടി ഒരു ചോറ് കഴിക്കുക. അപ്പം ഫിഷ് കറി എന്ന് പറഞ്ഞ കയറിക്കോ. ഫിഷ് കറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷെ അവിടെ അത്ര ആളില്ല.
പക്ഷേ ഉള്ളൊക്കെ നല്ലതുണ്ട്, ഇൻറ്റീരിയറൊക്കെ നല്ലതുണ്ട്. പുള്ളി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ പറഞ്ഞു, അവിടെ കയറാം, അത് നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഡിവൈൻ ചർച്ച് എന്ന് പറഞ്ഞിട്ട് പോർക്ക് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്, അവിടെ നമുക്ക് നാളെ കയറാം. പോവാമേ? ഗ്രാൻഡ് എന്നാ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഗ്രീൻലാൻഡ്. മെയിൻ സർക്കിള്. അതായത് ഓക്കെ നല്ലുണ്ടോ അത്? നല്ലുണ്ട്. ഇല്ല, ചേട്ടൻ മടിക്കേരിക്കാരൻ, മലയാളം അറിയാലോ കുറച്ച്. ഞാൻ ചെറുപുഴ, മാലവും ബന്ദിയെടുക്കൽ മാലവും എല്ലാവരും മലയാളമല്ലേ. പോട്ടെ. യെസ്, ഹോട്ടൽ ഗ്രീൻലാൻഡ്. അനെ എ സി മോളിലാ? നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല ഉണ്ടോ? സോ ഫൈനലി നമ്മളിതാ ഹോട്ടൽ ഗ്രാൻഡിലെത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഫിഷ് കറി മീൽസാണ് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മമ്മി അവിടെ വാഷ്റൂമിൽ കയറിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കൈ കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. നമുക്ക് തരുന്നതല്ലോ പറഞ്ഞു. ഇതാണോ ബങ്കട? സബീസ്, അപ്പം നമ്മൾ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. ഒരു ഫിഷ് ബങ്കട തവ ഫ്രൈ ആണ് പറഞ്ഞത്. പക്ഷെ അവൻ കൊണ്ടുവന്നത് കറിയാണ്, മസാല ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ പറയുന്ന സെറ്റപ്പ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്കെന്നാലും ബങ്കട ഫ്രൈയും കൂടെ വരട്ടെ, എന്നിട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പം എങ്ങനെയുണ്ട്? സെറ്റാണോ? അപ്പോൾ ഫ്രൈ വരട്ടെ. അപ്പോൾ ഫ്രൈ വന്നിട്ട് നമുക്ക് നോക്കാം. മീൻചാറ്, ഒരു തോരന്, പയറുതോരന്, പപ്പടം, സാമ്പാർ, അച്ചാർ, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ബങ്കട ഫ്രൈ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആണോ ലക്ഷാമ്പ്. അമ്മീ എങ്ങനെയുണ്ട് മീനും ചോറും കറിയൊക്കെ? നല്ല ഉണ്ടോ? മീനും ഉണ്ട് ബങ്കട ഫ്രൈയോ? ഇഷ്ടമായോ? നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മറ്റേ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കേട്ട് പോർക്ക് കഴിക്കാം. ഇവിടെ അടുത്ത് തന്നെ. തിരിച്ചു പോകുമ്പം പോർക്ക് കൂട്ടിയിട്ട് കഴിക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അല്ലേ മേ? നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? റൂം എടുക്കണ്ടേ? റൂമിൽ പോയി വെച്ചിട്ട് കുശാലങ്ങ് പോവാം, ലഗേജ് കൊണ്ട് വെച്ചിട്ട്. ഓക്കെ, റൂമിലേക്ക് 11 കിലോമീറ്റർ. 11.
അപ്പം ബൈ ബൈ.